ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ, യുവർ ഓൺ ഐശ്വര്യ മനസ്സി. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഡെയിലി വ്ളോഗായിട്ട് വന്നേക്കാണ് കേട്ടോ. ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തൊക്കെ ഇവിടെ നടക്കുന്നു, സ്പെഷ്യലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ എന്താണ് ഇവിടെ നടക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഏകദേശം രാജാ രവിവർമ്മയുടെ പടമല്ല, ചിത്രത്തീത്ത പോലത്തെ ഒരു ഹെയർ സ്റ്റൈലില്ല. ഞാൻ എങ്ങനെയാണ് കെട്ടി വെക്കാറ്. ആദ്യം ഞാൻ ബാക്കിലായിരുന്നു കെട്ടി വെക്കുക. അപ്പോൾ എന്തോ എൻ്റെ മുടി ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ വലിയണ പോലെ എനിക്ക് ഫീൽ അടിച്ചു വന്നു. അപ്പം ഞാൻ ഒരു 3 വർഷമായിട്ട് ഫ്രണ്ടിലേക്കാണ് ഇങ്ങനെ നനഞ്ഞ മുടി കെട്ടി വയ്ക്കുക. അപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് തല നനയ്ക്കുക. അത് കാരണം ആ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ കെട്ടുന്നത്. പിന്നെ അഴിക്കുമ്പോൾ അത്ര ഉഷ്ണം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് അഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചൂടെടുക്കാറുണ്ട് ഈ സൈഡിൽ. ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ അത്ര ചൂടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഞാൻ 10 മിനിറ്റ് ഞാൻ ഇങ്ങനെ കെട്ടി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിക്ക് ഇത്തിരി കൂടി വെളുത്തുള്ളി വേണം. അപ്പോൾ ഉണ്ണി എൻ്റെ അപ്പുറത്തായിരുന്നു. ഇപ്പം നീങ്ങി ഇന്നും വ്ളോഗിൽ പെടാണ്ടിരിക്കാം കേട്ടോ. ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി അറിയാം. എത്ര ഉണ്ട് ഇന്ന് ഉണ്ണിയുടെ സ്പെഷ്യൽ റെസിപ്പി ആയ കാരണം നമുക്ക് ഉണ്ണിയോട് ചോദിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. എൻ്റെ കൈകടത്തലുകൾ ഞാൻ അധികം ഉണ്ടാവില്ല. എത്ര വെളുത്തുള്ളി വേണം? തുമ്മാൻ വരുന്നുണ്ട്. എനിക്ക് മറ്റേ ജാസ്മിൻ്റെ ആ സാധനം ഓർമ്മ വന്നു. കുളി കഴിഞ്ഞ ഉടനെ എനിക്ക് തുമ്മലുണ്ട് ഗൈസ്. പിന്നെ ഞാൻ ഇത് സഹായിച്ചില്ലെങ്കിൽ എനിക്കിത് കഴിക്കാൻ കിട്ടില്ല, തരില്ല പറഞ്ഞു. സ്പെഷ്യൽ സാധനം ഉണ്ണി തന്നെ കഴിക്കുന്നു പറഞ്ഞത് കാരണമാണ് ഞാൻ സഹായിക്കാത്തത്. അതായത് ഇത് എടുക്കുന്നത് അല്പം ലാർജ് ക്വാണ്ടിറ്റിയാണ്, സ്പെഷ്യലിന് വേണ്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മ പറയണ ഇത് സാധാരണ പോലെ ഉണ്ടാക്കിയാലും നമുക്ക് കഴിക്കാം. അതേ വരുന്നു. ഞങ്ങള് ആദ്യം ഒരു ട്രിപ്പ് വിരിഞ്ഞതാണ്. അത് പോരാന്നാണ് മാസ്റ്റർ ഷെഫ് ഉണ്ണി പറയുന്നത്. അത് കാരണമാണ് നമ്മൾ വീണ്ടും എടുത്തത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ നിലുവിന് തിങ്ങാൻ വയറില്ല. പിന്നെ നിലു ഒരു 1.5 തിന്നിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ചെയ്യുന്നത് വെളുത്തുള്ളി ഇങ്ങനെ പറക്കട്ടെ കൈ കൊണ്ടാണ്. അതാണ് എൻ്റെ ഈ വക എക്സ്പ്രഷൻസ്. പിന്നെ വെളുത്തുള്ളി നമ്മുടെ നഖത്തിന് വളരെ നല്ലതാണ്. ഞാൻ പണ്ട് ബ്യൂട്ടി വ്ളോഗിങ് ആണ് നടത്തിയതല്ല ചെയ്തോർന്നത്. അപ്പോൾ അതില് ഞാൻ ഈ വെളുത്തുള്ളി വെച്ച് നഖത്തിന്റെ കുറേ ഇത് ചെയ്തത്. നമ്മുടെ ഓൾഡ് വീഡിയോ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിയാൽ കാണാം. അവിടെ പഴയ വീഡിയോസ് നഖത്തിനെ പറ്റി ചെയ്തിട്ടുണ്ടാകും. വളരാനുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. നോക്കടേ. ഉണ്ണി എന്താണ് വ്ളോഗിൽ വരാത്തത്? ഒന്ന് മുഴിയൂ. ഇത് മീൻ കഴിക്കാം. ഉച്ചയ്ക്കല്ലേ ചോറിനുള്ളൂ. രാവിലത്തെ എല്ലാവരെയും ട്രിപ്പ് കഴിഞ്ഞിട്ടത് ഉച്ച തൊട്ടുള്ള ഉച്ചയ്ക്കുള്ള സാധന സാമഗ്രികളാണ്. മീൻ വറുത്ത് ഉച്ച. അപ്പൊ ഉച്ചക്കലത്തെ വേറെ വയ്ക്കൂ. മധുരണി ശരിക്ക് വെളുത്തുള്ളിയുടെ തൊലി കളയാൻ പാടില്ല. വെളുത്തുള്ളിയുടെ തൊലിയിലാണ് ഗുണം. അങ്ങനെ മതി. പറഞ്ഞില്ല അത് വേണ്ട. ഞാൻ ഏതോ മനോരമയിൽ കഴിച്ചത് മറ്റേ കഴിഞ്ഞു. ഞാൻ പൊത്തി പിടിക്കാം. ക്യാമറ പൊത്തി നടന്നോ? വീഡിയോ പോസ് ചെയ്തു. ഉണ്ണിക്ക് കിടക്കാവർക്ക് ഇപ്പൊ ക്യാമറയിൽ വരാൻ താല്പര്യമില്ല. ഇവിടെ കാണണേ നമുക്ക് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ട് ഗൈസ്, തല്ലുകൊള്ളിന് പോയി നോക്കിയാ മതി. അപ്പൊ നമ്മള് ഉണ്ണി സബോള എന്തിനാ അരിഞ്ഞു വെച്ചേ? സബോളയാ? അതെന്തുപറ്റി? ഓക്കെ, നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് കൊണ്ട് മാത്രം ഇത്ര കുറവ് വെളുത്തുള്ളി. എത്ര ഉണ്ണിയാണ് കൂടുതൽ അരിഞ്ഞിങ്ങനെ ഞാൻ പറയാലോ. ഇന്ന് ഉണ്ണിയുടെ മാസ്റ്റർ ഷെഫാണ്. ഇത് അരിഞ്ഞിട്ടില്ലടി. 5
5 അല്ലി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എത്ര ചെയ്ത്? അത് നിന്റെ കണ്ടുപിടുത്ത സാധനല്ലേ. തര ഇത് എവിടെ നിന്ന് പഠിച്ചത് ഈ സാധനം? തന്നെ കണ്ടുപിടിച്ചതാ? തന്നെന്ന് പറഞ്ഞ. ഇനി കറിവേപ്പില എപ്പോഴാ? കറിവേപ്പില ഇനി ഇതിന്റെ ചതക്ക്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഇത് ചതക്കും. ചതക്കും. ലാസ്റ്റ് ചതക്കിയ. അപ്പൊ എന്റെ ക്യാമറയില് മതി ക്യാമറ പോയി. എല്ലാവർക്കും അറിയാവുന്നത് അടി ഒന്ന് കൊണ്ടുപോ. ഇത് ആർക്കും അറിയില്ലടി. എല്ലാവർക്കും ഇതറിയോ? ഇങ്ങനെയാണ് എല്ലാവരും വീട്ടിൽ ചെയ്യുക. കമന്റ് ബിലോ. അല്ലെങ്കിൽ ഇതിപ്പോ നമ്മള് ചെയ്യണതിന് മുമ്പ് ഇവിടെ ചെയ്യാറുണ്ടോ? ഓക്കെ, ഉണ്ണി എന്തൊക്കെ ഈ മീനിൽ തയ്ക്കണമെന്ന് പറഞ്ഞോ. ഉണ്ണിയുടെ വക കാര്യങ്ങൾ പറഞ്ഞു കേട്ടാ. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി. മുളക് പൊടിയൊക്കെ ചതക്കണ? അങ്ങനെയല്ല, മരിക്ക് പറയും. ചതക്കില് നിർത്തിയാ? ഇത്ര ചതച്ചാ മതി. ചതക്കേണ്ട കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇതാ കിട്ടണ്ടേ? ഇതെന്താ വെച്ചാ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, കറിവേപ്പില ഇട്ട് ചതക്കുക. സവാള ചതച്ചിട്ടും കുഴപ്പമില്ല, കണ്ടു നിറും. ഓക്കെ, അങ്ങനെ ചെറിയുള്ളി വേണമെങ്കിൽ ചെറിയുള്ളി ഇതാക്കാം. ഞങ്ങള് ഇന്ന് ഇത്ര എടുക്കണല്ലോ. എന്നിട്ട് അതൊക്കെ ചതച്ചിട്ട് മീനിക്ക് ഇടുക. കഴുകി വൃത്തിയാക്കി നുറുക്കി വെച്ച മീനിക്ക്. അതിന് ശേഷം എന്തിടണം? മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഒക്കെ ഇടുക. എന്നിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച മീൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഓഫാക്കി. ഓക്കെ, അപ്പൊ ആ പരിപാടികൾ അങ്ങനെ നടക്കുകയാണ്. ഞാൻ ഇപ്പം എൻ്റെ പരിപാടി നോക്കട്ടെ. എന്തായാലും തലേത്തെ സാധനം തലമുടി ഉണങ്ങിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ അമ്മേ മുടി ഒഴിച്ച് എനിക്ക് തിരുമ്പൽ പരിപാടികളുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ തിരുമ്പിയിട്ട് വരാം ഗൈസ്. എൻ്റെ പരിപാടി തീർക്കട്ടെ. അപ്പോഴേക്കും ഇത് ഒന്ന് തേച്ച് പിടിച്ച് സെറ്റാവും. ഇത് ബാക്കി കാണിച്ചു തരാം. പിന്നെ നമുക്ക് വൈകിട്ട് കുറച്ച് അധ്വാനം ഉണ്ട്, കുറച്ച് മേലെ ഇനിയുള്ള പണിയുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ തിരുമ്പിയിട്ട് വരാം. നമ്മള് ഓരോരോ ഇത്ര മീൻ വറക്കെടുക്കുന്നുണ്ട്. ആ ഓരോ മീനിന്റെ മുകളിലും തേച്ച് പിടിപ്പിക്കുകയാണ്. ഈ മുളക് പൊടി ഇത്തിരി കുറവുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. എരിച്ചാണ്. ഇനിയിപ്പോ എന്താ, വറക്കുമ്പോ എരിവ് വേണം. കുരുമുളക് എടുത്തിട്ട് കുരുമുളക് നീ ചതക്കണ്ടേ? എടുത്തിട്ട് വാ. ഓക്കെ, ഉണ്ണിയുടെ ക്യാമറ ഞാൻ ഉപയോഗിക്കുമ്പോ മാത്രമേ അവളെ സഹായിക്കുള്ളൂ. ഞാൻ അവളുണ്ടാക്കുന്നത് അവളുണ്ടാക്കണം. ഞാൻ ഇനിയിപ്പോ ഇതിന്ന് കുരുമുളക് തപ്പണ്ട്. കുരുമുളക് മാത്രം നമ്മൾ കിട്ടി ഗൈസ്. നമുക്ക് കുരുമുളക് കിട്ടി. കുരുമുളക് നമ്മൾ കുലുക്കി കണ്ടുപിടിക്കണം. ഉണ്ണി ഓഗേ, ഇത് മീൻ നുറുക്കുമ്പോ വന്നില്ലേ ഗൈസ്. ഇതാണ് നിലുവിന്റെ അമ്മ ഓഗി. കണ്ട, ഇതാണ് കുട്ടി എന്ന് പറയുള്ളൂ. ഉണ്ണി കുരുമുളക്. ഓ കുട്ടി, നാളികേരത്തിന്റെ വെള്ളമാണ്. നാളികേരം അരച്ചതാ കുടിച്ചേ. ഓഗി പാവന്ന് പറഞ്ഞാൽ കൊടുക്ക്. മുളക് പൊടി കുറച്ച് കൊടുക്ക്. ഓഗു ഞാൻ ഇതിനെ വിളിക്കണ പേര് അമ്പലക്കാവടി നാട്ടെ. അതിന്റെ വാല അത്ര ഭംഗിയാ. അമ്മ അറിഞ്ഞ ഇട്ടെടുത്തോന്ന് പറഞ്ഞ വറുത്തിട്ട് കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഇത് മുളക് ഉണ്ടാവിടെ, അത് കഴുകി കൊടുക്കേണ്ടി വരും. കഴുകി തരൂ കേട്ടോ ഓഗിയെ. നേടി പിന്നാലെ വന്നത്. അങ്ങനെ അതെന്താന്നറിയോ? ഓഗി നുറുക്കുമ്പോ വന്നിണ്ടായിരുന്നില്ല, നില് മാത്രമേ നുറുക്കുമ്പോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഉണ്ണി വന്ന് അതേ കുരുമുളക് ഞാൻ അതേ കൊണ്ടുവച്ചു. ഓക്കെ, നിന്നെടുക്കണ്ട്. അപ്പൊ നമ്മളിനി അടുത്തത് കുരുമുളക്. ഇത് പിന്നെ കുരുമുളകല്ലേ? പഴയതിന് ടേസ്റ്റ്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ് ഉണ്ണി. ഓഗി ആ ഒരു പീസ് തിന്നിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത പീസ് ഇപ്പൊ കൊടുക്കുന്ന് വെച്ചിട്ട് ഉണ്ണി ഓഗി വന്നോട്ട് അടുത്ത പീസിന്. ഒരു പീസ് ഇനി വറുത്തിട്ട് വറുത്ത തലക്ക. ഉണ്ണി നീ സ്പെഷ്യൽ ഉണ്ടെന്ന് കേട്ടൂലോ. സ്പെഷ്യലിന്റെ വലിയ തല എനിക്കാണേ. അവിടെ എന്താ അവള് ചെപ്പ് തുറക്കണേ? അവളാരെന്താ ഒരു പണി? അത് മണപ്പിക്കണോക്ക്, മണം പിടിക്കണോക്ക്. ഇവിടെ നിന്നിട്ട് ഇപ്പൊ വല്ലതൊന്നും കിട്ടില്ല. ഒക്കെ വേവട്ടെ, വെന്നിട്ട് വരാം.
ഇപ്പൊ ഞാൻ കൊണ്ടുവന്ന അതേ കുരുമുളകല്ലേ നീ എടുത്തിരുന്നേ. ഇത്ര സമയം നിനക്ക് നഷ്ടല്ലേ? മറ്റേതെടുക്കുക. പിന്നെ എന്തുട്ടയില് വീണേ? എന്തുട്ടയില് വീണേ? ഇനി ഉണ്ണിത് ചതയ്ക്കും. നീയില്ല അമ്മിക്കല്ല് മാത്രം. ഉണ്ണിക്ക് ആഗ്രഹം ഭാവിയിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് വരണം എന്നാണ്. അത് കാരണമാണ് ഞാനില്ലല്ലോ എന്നെ തല വേർണേ. അല്ല ഉണ്ണി, പക്ഷെ ഉണ്ണി ശബ്ദം നമുക്ക് ദാനം തരൂലേ? സൗണ്ട് കേട്ട് ഓഗിക്ക് തോയിരല്ലേ ഗൈസ്. ഓഗിതേ എന്താ ഇവിടെ ഒരു സൗണ്ട്? എപ്പോഴും ഒന്ന് വെന്ത് കിട്ടുക, ഒന്ന് അലക്കാൻ പറ്റുമോ? ഇവിടെ തുടച്ച അവൾക്ക് ഇട്ട് കൊടുത്തു. അത് നീ തുടക്കിയ ഉണ്ണി ഇട്ട് കൊടുത്തു തുടക്കടി. ആ ക്യാമറ തുടക്കടി. അവിടെ തുടക്കാടി. അത് കാലൊന്ന് മാറ്റൂ. എന്റെ ഓഗി മോളെ. ഓ കുരുമുളകിന്റെ മണം ഇത് എനിക്ക് അസഹനീയമാണ് മക്കളെ. യോഗി എങ്ങനെ ഈ മണം സഹിച്ചിരിക്കണു? ഓക്കെ, കുരുമുളകിന്റെ പാകം നമുക്ക് നോക്കാം. ഓഗിയുടെ നോട്ടം ക്യാമറയ്ക്കാണ്. ക്യാമറയ്ക്ക് നോക്കണേ. അമ്മേ, കുറച്ച് രസം ഉണ്ടാക്കിയാലോ നീ? കൈയോണ്ട നിന്നിട്ട് ആ കൈ കൊണ്ട് ഉണ്ണി മൂക്കുന്നോടും. ഓക്കെ, ഇനി വെതറാണ്. എനിക്ക് കണ്ടപ്പോഴേ ഇത്തിരി മുളക് പൊടി കുറവുള്ള പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. തേച്ച് പിടിപ്പിക്കും ഉണ്ണി ഇതെന്നിട്ട് മുകളില് വെക്കണത് എന്താ പിസിയാ? തേച്ച് പിടിപ്പിക്കണേ, എന്നാലല്ലേ എല്ലാ ഭാഗത്തും എത്തുള്ളൂ. ഉണ്ണി അതിലിത്തിരി വെള്ളം ഒഴിച്ച് തേക്ക്. ബാക്കി കുരുമുളക് നമുക്ക് കൂട്ടാനിക്കിടാം. വെള്ളം ഒഴിച്ച് ചായച്ച് കൂട്ടാനിക്കിടാം. ഓഹി ഇതൊന്ന് വെന്തിട്ട് വേണം. അല്ല, ഇതൊന്ന് പൊരിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് അലക്കാൻ. അമ്മേ, ഓഗിനെ വിളിച്ചതല്ലേ, ഓഗി വന്നില്ലല്ലോ. അയ്യോ, ഞാനേ അങ്ങോട്ട് തെണ്ടാൻ പോയിക്കാണ് 1 കിലോമീറ്റർ ദൂരെ. ഓഹോ, അവിടുന്ന് എന്ത് കിട്ടി തിന്നാൻ? അവിടുന്ന് ഒന്നും കിട്ടില്ലടി. എന്നെ ശശിയാക്കി. അയ്യോ, ഇവിടെ വന്നാ മതിയായിരുന്നു. നിലുവിനൊക്കെ അലക്കാൻ കിട്ടിണ്ടാവല്ലേ. അയ്യോ, പാവം പിടിച്ച പാവം. എനിക്ക് ഒന്നും കിട്ടിയില്ല. പച്ചച്ചോറ്. ഇവിടെ നിറച്ച് ഉറുമ്പാടി. ഇവിടെയൊക്കെ തുടച്ചു കൊടുത്തേക്ക്. ഉണ്ണിനെ തുടച്ചു കൊടുത്തേക്ക്. ഞങ്ങള് 2 തവണ തുടയ്ക്കാറുണ്ട്. ഓക്കെ, നമ്മൾ കുരുമുളക് ഇനി ഇത് തേക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ചെയ്യണത് ഇങ്ങനെ അമർത്തി കൊടുക്കാണ് കേട്ടോ. ശരിക്കും തേക്കില്ല, ഇങ്ങനെ ജസ്റ്റ് അമർത്തിയാ മതിയാ. ഇത് ഉണ്ണിയുടെ റെസിപ്പിയാണ്. ഉണ്ണിയുടെ റെസിപ്പി ഇങ്ങനെയാണ്. ആ കുരുമുളക് ഒന്ന് മറ്റവരെ അനുകരിക്കരുത്. അനുകരിച്ച് പാളിപ്പോയ മീനാശയെ നമ്മൾ ഉത്തരവാദിയില്ലാന്ന്. എനിക്ക് തീരെ പറ്റല്ലേ ഇത് കുരുമുളകായ കാരേ. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കണ്ട. എനിക്ക് എന്റെ മൂക്കിന് പണി വന്നു തുടങ്ങി. എനിക്ക് എരിവിന്റെ മണം എരിവിന്റെ മണം പറ്റില്ല ഗൈസ്. പക്ഷെ കുരുമുളക് നല്ലതാണ്. കുറച്ച് രസം ഉണ്ടാക്കിയാലോ? എപ്പ തുമ്പു ഗൈസ് പോയി. തുമ്മലും കൂട്ടുപോയി ഒരുമിച്ച് വന്ന് ഇങ്ങനെ ഉണ്ടാവും ഉണ്ണി. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞു. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇതിനി എന്താ ചെയ്യണ്ടേ? അതല്ലടി കുഞ്ഞമ്മ എന്താ ചെയ്യണ്ടേ? അത് കൂട്ടാനിക്ക. ഓക്കെ നമ്മളപ്പോ ഇതെടുത്തു. ഓക്കെ, നമ്മളത് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കണം. വെയിറ്റ് ഉണ്ട് ഗൈസ്. ഇനി അത് തുടക്കട്ടെ. ഇന്ന് അവളുടെ റെസിപ്പി കാരണമാണ്. അല്ലെങ്കിൽ ഞാനാണ് ഇതൊക്കെ ചെയ്യാറ് ഗൈസ്. അല്ല, അമ്മയാണ് ചെയ്യാറ് ഗൈസ്. ഇത്രക്ക് ഞാൻ തള്ളല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്യാസ് സ്റ്റൗമ്മ കയറ്റി വെച്ചു. ഇനി എവിടെയാണ് ഈ മീറ്റ് കൊടുത്തതിന്? ഓക്കെ, അത് തുടച്ചേക്കാം. തുടച്ചു ട്ടാ.
കുഞ്ഞുമോളെ ഇത് ഏകദേശം നോറയുടെ പോലത്തെ പൂച്ചയാണ്. ബിഗ് ബോസ് നോറയാണ് നമ്മുടെ ഓഗി. അല്ലുണ്ണി അത് ഭയങ്കര നിങ്ങൾ എന്തിനെന്നെ തൊട്ടേ, എന്തിനെന്നെ തൊട്ടേ, നിങ്ങളെന്നെ തൊട്ടാ ഞാൻ ഓടിപ്പോ. അതാണ് ഓഗി. ഓഗിക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളുടെ അച്ഛനെയാണ് ഗൈസ്. ഓക്കെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാചകത്തേക്ക് കിടക്കാം. ഓക്കെ ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇവിടെ ഇന്നുണ്ടാക്കി സ്പെഷ്യൽ റെഡി ആയി കഴിഞ്ഞു. ഇവിടെ ഞാൻ അപ്പോഴേക്കും എൻ്റെ പണിയൊക്കെ കഴിച്ച് തലയൊക്കെ നന്നായി വേറെടുത്ത് വന്നു കേട്ടോ. അങ്ങനെ വന്നു. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് കൂട്ടാൻ കാണിച്ച് കറി, മീൻ വറുത്തും കറിയും കാണിച്ചു കേട്ടോ. പിന്നെ നമ്മളിന്ന് അധ്വാനിക്കണ പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല വെച്ചു. കാരണം എന്താ വെച്ചാൽ അപ്പം വലിയ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടും. അപ്പം നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ഇറക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം ഗായ്സ്. നിങ്ങൾക്ക് ഇഷ്ടം നമ്മളിത് തുറക്കാൻ പോകണേ. യെസ് ഗായ്സ് റെഡി. കാണുമ്പോൾ ഈ കളറാണെങ്കിൽ ഇതിൻ്റെ മണം നമുക്ക് സഹിക്കാൻ പറ്റണേ കേട്ടോ. ഇതാണ് കുരുമുളകിൻ്റെ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ മണമാണ് അധികവും നിൽക്കണേ കേട്ടോ. ഈ കിടക്കണതൊക്കെ ഉണ്ടല്ലോ, ഈ കുഞ്ഞു 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 പീസുകൾ, അതൊക്കെ എന്താ ഉണ്ണി? ഇഞ്ചി വെളുത്തുള്ളിയാണ്. കറിവേപ്പില കാണുമ്പോൾ കറിവേപ്പില ഞാൻ കഴിക്കാൻ തോന്നുന്നു. ഉണ്ണിക്ക് ഉണ്ണി അടച്ചു വെച്ചു. ഇത് മണം പോവരുത്. ചോറിനാറായില്ല, ഇപ്പൊ 11:30 ആയില്ല. അപ്പൊ പൂവല്ലേ ഇത് നുറുക്ക്. അപ്പൊ ഉണ്ണി അത് അടച്ചു വെച്ചിട്ട് നമുക്ക് കറി നോക്കാം. കറി സാധാരണ പോലെ ആയിരിക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ കറി സെറ്റായിട്ട് ഞങ്ങളിവിടെ തേങ്ങ നാളികേരം അരച്ചിട്ടിട്ടാണ് ഞങ്ങൾ മീൻകറി വെക്കുക കേട്ടോ. എല്ലായിടത്തും അതുപോലെയാണെന്ന് അറിയില്ല, ഇവിടെ അങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ അത് സെറ്റാണ്. ഈ നമ്മൾ ഉണ്ണുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഒഗിക്കുട്ടി വെയിറ്റിംഗ് ആണ്. ഒഗുമാ എന്തിട്ട് തരാട്ടാ. മണക്കണോക്ക്. ഞാൻ പിന്നെ അത് തുറന്നില്ലേ. വെന്തട്ടല്ല, സോറി, നമ്മൾ കഴിക്കുമ്പോ തരാം. ഇത് കണ്ടു, ഇത് ഏകദേശം നമ്മുടെ നോറ കണ്ടപ്പോ ഇത് ഇവിടെ വന്ന് കിടന്നു. ആവാട്ടാ നമ്മുടെ ഓഗി ഭയങ്കര പേടിയാണ്. ഇതിപ്പോ ഗർഭിണിയാണ്, അത് കാരണം ഇപ്പൊ നല്ല പേടിയാണ്. അതാണ് ഓടണേട്ടാ. അങ്ങനെ ഒഗുക്കുട്ടി, ഒഗുമാ. ഓക്കെ ശരി ഗൈസ്, നമ്മളിനി ചോറിനുമ്പോ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഉച്ചയായിട്ടുണ്ട്. നമുക്ക് ചോറ് എടുത്തേക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള ചോറ് എടുക്കാം കേട്ടോ. നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ എടുക്കാം. നമുക്ക് ആദ്യം മീൻ കറിയിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഇതാ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റാണ് ഗൈസ്. ഓക്കെ ഞാൻ എന്തായാലും മീൻ കറി എടുക്കട്ടെ. കിണ്ണം മറയാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഈ കിണ്ണത്തിൻ്റെ അരുവത്ത് ഞാൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള കറി എടുക്കാം. ഓക്കെ എനിക്ക് ആവശ്യമുള്ള കറി എടുത്തിട്ടുണ്ട്. ഞാൻ അടച്ച് വെക്കട്ടെ. അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ച എങ്ങാനും എടുത്താൽ ചാട്ടി വെക്കും. ഓക്കെ അപ്പോൾ നമുക്കിനി മീൻ വറുത്ത് എടുക്കാട്ടെ. ഞാൻ ഈ പീസ് നോക്കി എടുക്കണം. അപ്പം നമ്മൾ ഈ മീൻ വറുത്ത് എവിടെ വെച്ചു? ഈ സൈഡിലോട്ട് അങ്ങോട്ട് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കാം കേട്ടോ. ഇവിടുന്ന് വരണ്ട, ഇവിടുന്ന് വരേക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ വാരി വെച്ചേക്കാം. നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പം നമ്മൾ ചോറും കറികളും എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. നമുക്ക് പപ്പടം കൂടി ഉണ്ട്, പക്ഷെ ഞാൻ പപ്പടം എടുക്കണ്ടേ, ഇന്ന് ഇത് മതി. രാത്രി പപ്പടം കഴിക്കാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് മെനു. നമ്മുടെ ഓഗി മോളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓഗി അപ്പം നമ്മൾ ഇനി എന്തായാലും ലഞ്ച് കഴിക്കാൻ പോവാണ്. അപ്പം അതിന് മുമ്പ് ഞാൻ പൂച്ചയ്ക്ക് ചോറ് ഇട്ട് കൊടുക്കണം, ഓഗിക്ക് ചോറ് കൊടുക്കണം. ഓഗിക്ക് വെച്ചാൽ ഞാൻ ഇത്തിരി മുളപ്പിക്കാൻ കൊടുത്തപ്പോഴേക്കും താല്പര്യം. അപ്പം എൻ്റെ കയ്യിൽ മറ്റേ മീൻ വറുത്തതിൻ്റെ ഇഞ്ചി ആ സാധനങ്ങൾ എടുത്തതിന് വെളിച്ചെണ്ണ ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ആ ഓയിൽ ഇത്തിരി ചോറ് മിക്സ് ചെയ്ത് കൊടുത്താൽ നന്നായി ചോറ് ഉണ്ണും. അപ്പം കുറച്ച് മീൻ കഷ്ണവും കൊടുക്കണം. ഓക്കെ, അപ്പം അതാണ് ഇന്നത്തെ വ്ളോഗ്. ഇവിടെ അവസാനിക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം വെക്കേഷൻ ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പേപ്പർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഓരോ ചേച്ചിമാരൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നാളത്തെ അതായത് ഇന്ന് വൈകിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു അധ്വാനമുള്ള പണിയുണ്ടാവും, അല്ലെങ്കിൽ നാളെ ആയിരിക്കും, മിക്കവാറും നാളെ ആയിരിക്കും. ഇനിയിപ്പോൾ വയ്യാണ്ടായി. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ ഒരു മേലനങ്ങിയുള്ള അധ്വാനമുള്ള ഒരു വ്ളോഗായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയണ്ട, വേണേൽ ഷെയർ ചെയ്തോളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് എന്തായാലും ഇടണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ വരേക്കും. Bye bye guys.